ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. ഈ മണിമതിയിൽ നിവാര കവചന്മാരുമായി ഏറ്റുമുട്ടി രാവണനും വിവാദ കവചന്മാരും തമ്മിൽ നടന്ന ദീർഘനാളത്തെ യുദ്ധം, രണ്ടുപേരും ജയിക്കില്ല, രണ്ടുപേരും തോൽക്കില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് ബ്രഹ്മദേവൻ ഇടപെടുകയും യുദ്ധം അവസാനിപ്പിച്ച് രാവണനും നിവാദ കവചന്മാരും തമ്മിൽ ധാരണയാവുകയുണ്ടായി. ബ്രഹ്മദേവന്റെ വരബലത ശക്തരായിരുന്ന നിവാദ കവചന്മാർ വസിക്കുന്ന മണിമതിയിലെ പോരാട്ടം രാവണനും രാക്ഷസ സേനയുമായി ധാരണയിലായതിനു ശേഷം രാവണൻ അവിടെ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു. ലങ്കയിലേക്ക് യാത്ര തിരിച്ച് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഒരു സ്ഥലത്ത് കാലകേയന്മാർ നിൽക്കുന്നത് കണ്ടത്. കാലകേയന്മാർ രാക്ഷസരെക്കാളും വളരെ കടുത്ത പോരാളികളായ വീരന്മാരാണ്. കലകന്മാർ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നവരാണ്. മുമ്പ് സ്ഥിരമായി മഹർഷിമാരെ ആക്രമിക്കുക, ദേവന്മാരെ ആക്രമിക്കുക എന്നിവ സ്ഥിരം സ്വഭാവമാക്കിയിരുന്ന കാലകന്മാരെ വധിക്കുവാൻ വേണ്ടിയാണല്ലോ അഗസ്ത്യമുനി കടലിലെ വെള്ളം കുടിച്ചു പറ്റിച്ചത്. അന്നിങ്ങനെ കാലകേയന്മാർ ഇടയ്ക്കിടയ്ക്ക് കടന്നു വന്ന് ദേവന്മാരെ ഉപദ്രവിക്കുക, മഹർഷിമാരെ ഉപദ്രവിക്കുക, സജ്ജനങ്ങളെ ധാരാളം ഉപദ്രവിച്ചതിന് ശേഷം അവർ പോയി കടലിൽ പോയി ഒളിക്കുമായിരുന്നു. അങ്ങനെ കടലിൽ ഒളിക്കുന്ന ഈ കാലകേയന്മാരെ വധിക്കുവാനോ അവരെ കൈകാര്യം ചെയ്യുവാനോ പറ്റാത്ത സാഹചര്യത്തിലാണ് ദേവേന്ദ്രനും ദേവന്മാരും അഗസ്ത്യമുനിയുടെ സഹായം തേടിയതും അഗസ്ത്യമുനി കടലിലെ വെള്ളം കുടിച്ച് വറ്റിച്ച് ദേവേന്ദ്രൻ കാലകേയന്മാരെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ വധിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് വധിക്കപ്പെട്ടതിന് ശേഷവും കുറേ അധികം കാലകേയന്മാരുണ്ടായിരുന്നു. ആ കാലകേയന്മാർ പിന്നീട് അങ്ങ് കൂടി. ആ കാലകേയന്മാരിൽ ഒരു വലിയ സംഘത്തെയാണ് രാവണനെ വഴിയിൽ കാണുന്നത്. അവർ സംഘം ചേർന്ന് അവിടെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് രാവണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാവണൻ്റെ സൈന്യവും രാക്ഷസ സൈന്യവും കാലകേയന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. കടുത്ത യുദ്ധം ഉണ്ടായി. രാക്ഷസ സൈന്യം വൻതോതിൽ കൊല്ലപ്പെട്ടു. ഒപ്പം കാലകേയന്മാരും ധാരാളമായി കൊല്ലപ്പെടുകയുണ്ടായി. ഇങ്ങനെ കാലകേയന്മാരും രാക്ഷസരും തമ്മിലുള്ള യുദ്ധം അവിചാരിതമായി സംഭവിച്ച യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിന് ശേഷം കാലകേയന്മാർ ഏതാണ്ട് ഇല്ലാതായി എന്ന് തോന്നിയ അവസരത്തിൽ രാവണൻ അവിടെ നിന്നും നേരെ പുഷ്പവിമാനത്തിൽ യാത്ര തിരിച്ചു. അപ്പോഴാണ് രാവണൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അഷ്ടദിക്പാലകരിൽ ഒരാളാണല്ലോ വരുണൻ. വരുണനെ നാം വെറുതെ വിട്ടിരിക്കുകയാണല്ലോ, വരുണനെ നാം കൈകാര്യം ചെയ്യണമല്ലോ. വരുണൻ അങ്ങനെ അഷ്ടദിക്പാലകരിൽ ഒരു പ്രമാണിയാണല്ലോ, ആ പ്രമാണിയെ കൈകാര്യം ചെയ്യണമല്ലോ എന്ന് കരുതി നേരെ വരുണൻ്റെ രാജധാനിയിലേക്ക് ചെന്ന് വരുണനെ വെല്ലുവിളിച്ചു. ആ സമയം വരുണൻ അവിടെ ഇല്ലായിരുന്നു. വരുണൻ ബ്രഹ്മലോകത്ത് ബ്രഹ്മദേവനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വെറുതെ വരുണൻ ഒളിച്ചിരുന്നിട്ട് ബ്രഹ്മലോകത്ത് പോയി എന്ന് പറയുന്നു എന്ന ധാരണയായിരുന്നു ആദ്യം രാവണനുണ്ടായിരുന്നത്. വീണ്ടും രാവണൻ
വരുണൻ ഇല്ലെങ്കിൽ ഇവിടെ ആരുമില്ലേ എന്ന നിലയിൽ വെല്ലുവിളിച്ച സമയത്ത് വരുണൻ്റെ മക്കൾ രാവണൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുവാനായിട്ട് മുന്നോട്ട് വന്നു. വരുണൻ്റെ മക്കളും രാവണനുമായി പോരാട്ടമായി. വളരെ വലിയ പോരാട്ടം, വളരെ വലിയ പ്രഗത്ഭരായ പോരാളികളായിരുന്നു വരുണൻ്റെ മക്കൾ. അവർ ഇങ്ങനെ ആകാശത്തിലും പാതാളത്തിലും എന്ന് വേണ്ട ഏത് ലോകത്തിലേക്കും മാറി മറിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുവാൻ അതീവ മിടുക്കരായിരുന്നു. രാവണനുമായി ഏറ്റുമുട്ടി രാവണൻ ക്ഷീണിച്ചു. രാവണൻ കടുത്ത പോരാട്ടം അഴിച്ചുവിട്ടു. പക്ഷേ വരുണപുത്രന്മാരെ നേരിടുവാൻ രാവണൻ വല്ലാതെ ബുദ്ധിമുട്ടുകയുണ്ടായി. രാവണൻ ക്ഷീണിച്ച അവശനായി രാവണൻ വീണു. ഈ സമയം രാവണൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹോദരനും മറ്റ് രാവണൻ്റെ സഹായികളായ മന്ത്രിമാരും പോരാളികളും രാവണൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടം തുടങ്ങി. വരുണപുത്രന്മാരുമായി അവർ നടത്തിയ പോരാട്ടം ഏതാണ്ട് കുറേ ദിവസം തന്നെ നീണ്ടു നിന്നു. ആ പോരാട്ടത്തിനൊടുവിൽ വരുണപുത്രന്മാർ ക്ഷീണിച്ചു, അവശരായി വീണു. ആ വീണ വരുണപുത്രന്മാരെ വരുണൻ്റെ പരിചാരകരും ബന്ധുക്കളും ചേർന്ന് അവിടെ നിന്നും എടുത്തുകൊണ്ട് വേറൊരു സംരക്ഷിക്കുവാനായി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ രാവണൻ അവിടെ നിന്ന് വീണ്ടും വിളിച്ചു, എവിടെ വരുണൻ വരുണൻ? അപ്പോൾ ബ്രഹ്മലോകത്ത് പോയിട്ട് ഇതുവരെ മടങ്ങി വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രാവണൻ വരുണൻ്റെ പുത്രന്മാരെ തോൽപ്പിച്ചു. വരുണൻ ഇതുവരെ വന്നില്ല എന്നുള്ളതുകൊണ്ട് രാവണൻ ഇങ്ങനെ അഹങ്കരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വരുണൻ്റെ പരിചാരകനായ പ്രഭാസൻ വന്ന് രാവണനോട് പറഞ്ഞു, വരുണപുത്രന്മാരെ തോൽപ്പിച്ചാൽ വരുണനെ തോൽപ്പിച്ചതുപോലെയാണല്ലോ, അങ്ങ് ജയിച്ചിരിക്കുകയാണല്ലോ. വാസ്തവത്തിൽ അങ്ങിപ്പോൾ ജയിച്ചിരിക്കുകയാണ്. വരുണപുത്രന്മാർ പരാജയപ്പെട്ട് കളമൊഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായി അങ്ങ് ജയിച്ചിരിക്കുന്നു. ഇത് കേൾക്കാത്ത താമസം രാവണൻ വരുണനെ തോൽപ്പിച്ച് എന്ന് വിളിച്ച് അട്ടഹസിച്ചുകൊണ്ട് വരുണനെയും തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വലിയ അത്യധികം ആഹ്ലാദത്തോടുകൂടി രാവണൻ അവിടെ നിന്നും യാത്ര തിരിച്ചു. യാത്ര തിരിച്ച് പുഷ്പവിമാനത്തിലാണ് യാത്ര. രാവണന് പല സ്ഥലത്തും ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ധാരാളം സ്ത്രീകളെ കണ്ടു, ദേവസ്ത്രീകളെ കണ്ടു. ദേവസ്ത്രീകളെ തൻ്റെ സഹായികളെ വെച്ച് പുഷ്പവിമാനത്തിൽ പിടിച്ചു കയറ്റി, അസുര സ്ത്രീകളെ പിടിച്ചു കയറ്റി, ഗന്ധർവ സ്ത്രീകളെ പിടിച്ചു കയറ്റി. രാവണന് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. രാവണൻ തൻ്റെ സഹായികളെ വെച്ച് ഭീഷണി മുഴക്കിക്കൊണ്ടാണ് എല്ലാവരെയും ഇതിനുള്ളിലേക്ക് കയറ്റുന്നത്, പുഷ്പവിമാനത്തിലേക്ക്. കിന്നര സിദ്ധ യക്ഷ മനുഷ്യ സ്ത്രീകളെയൊക്കെ തന്നെ കൂട്ടം കൂട്ടമായി അനേകം സ്ത്രീകളെ രാവണൻ പുഷ്പവിമാനത്തിൽ പിടിച്ചു കയറ്റി. ഇവർ പുഷ്പവിമാനത്തിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി. രാവണൻ ഇത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. കുറേ അധികം സ്ത്രീകൾ രാവണൻ ഇങ്ങനെ പലയിടത്തും നടന്നപ്പോൾ കണ്ടതാണ്. പല സ്ത്രീകളെയും സുന്ദരിമാരായ സ്ത്രീകളെ എവിടെ കണ്ടാലും പിടിച്ചു കയറ്റുന്ന നിലയിലേക്ക് രാവണൻ്റെ ആ ക്രൂര പ്രവൃത്തിയുടെ യഥാർത്ഥ മുഖം പ്രകടമാക്കും വിധത്തിലായിരുന്നു സ്ത്രീകളെ അപഹരിക്കൽ, പിടിച്ചു കയറ്റുക എന്ന് പറയും. അങ്ങനെ രാവണൻ
അവരെ പിടിച്ചു കയറ്റി അവർ നിലവിളിച്ചുകൊണ്ട് കൂട്ടത്തോടെ രാവണനെ ശപിക്കുകയാണ്. സ്ത്രീ കാരണം ലങ്കേശ നീയും നിന്റെ കുലവും നശിക്കും എന്ന് പറഞ്ഞ് അവർ കൂട്ടത്തോടെ ശപിച്ചു. ശാപമൊന്നും രാവണനെ ഏൽക്കുന്നില്ലല്ലോ. രാവണനിങ്ങനെ കുറേ സ്ത്രീകളെയും പിടിച്ചു കയറ്റി ഇങ്ങനെ ലങ്കയിലേക്ക് പോവുകയായിരുന്നു. ലങ്കയിൽ എത്തിച്ചേർന്നപ്പോഴാണ് ശൂർപ്പണഖ നിലവിളിച്ചുകൊണ്ട് രാവണന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പൊട്ടിത്തെറിച്ച് രാവണനോട് രോക്ഷാകുലയായിക്കൊണ്ടാണ് നിലവിളിക്കുന്നത്. നീ തന്നെ അത് ചെയ്തുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശൂർപ്പണഖ സ്വന്തം ജ്യേഷ്ഠനെ മുഖത്ത് നോക്കി വിളിച്ചുകൊണ്ട് സംസാരിച്ച് വന്നത്. പെട്ടെന്ന് നിന്നവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. കാരണം ശൂർപ്പണഖയുടെ ഭർത്താവ് വിദ്യുജ്ജിഘ്നെ രാവണൻ വധിക്കുകയുണ്ടായി. അതിലുള്ള രോക്ഷമാണ് ശൂർപ്പണഖ പ്രകടിപ്പിച്ചുകൊണ്ട് വന്നത്. ശൂർപ്പണഖയുടെ ഭർത്താവാണ് വിദ്യുജ്ജിഘ്നൻ. രാവണന്റെ പ്രിയ സഹോദരിയാണ്. രാവണൻ തന്നെയാണ് ഈ വിവാഹം ഉറപ്പിച്ചത്. അവർ സന്തോഷത്തോടെ തന്നെയാണ് കഴിഞ്ഞു വന്നത്. പക്ഷേ വിദ്യുജ്ജിഘ്നന്റെ സഹോദരങ്ങളാണ് കാലകേയന്മാർ. കാലകേയന്മാരെ രാവണൻ വധിച്ചതറിഞ്ഞ് വിദ്യുജ്ജിഘ്നൻ രാവണനുമായി ഏറ്റുമുട്ടാൻ പോയി. രാവണനുമായി കടുത്ത ഏറ്റുമുട്ടൽ പോരാട്ടത്തിനൊടുവിൽ രാവണൻ വിദ്യുജ്ജിഘ്നെ വധിച്ചു. കാരണം സഹോദരി ഭർത്താവാണെങ്കിലും തനിക്ക് നേരെ വാളോങ്ങി നിൽക്കുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ടായ നിലയിൽ വിദ്യുജ്ജിഘ്നെ രാവണൻ വധിക്കാൻ നിർബന്ധിതനായി. അങ്ങനെ രാവണൻ വിദ്യുജ്ജിഘ്നെ വധിച്ചു. ശൂർപ്പണഖയോട് പറഞ്ഞു, ഇത് ബോധപൂർവം സംഭവിച്ചതല്ല. നാമാണല്ലോ നിനക്ക് അയാളെ ഭർത്താവായി തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. നാം ഒരു യുദ്ധത്തിലേർപ്പെട്ടു. നമ്മുടെ സൈന്യം വൻതോതിൽ കൊല്ലപ്പെട്ടു. ആ സമയം വിദ്യുജ്ജിഘ്നൻ അതിൻ്റെ പേരിൽ എന്നോട് കലഹിക്കാൻ വരികയും നമ്മോട് ഏറ്റുമുട്ടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ ഒരു ദുരന്തമുണ്ടായത്. പ്രിയ സഹോദരി, നീ ഒരു കാര്യം ചെയ്യുക. നീ ദണ്ഡകാരണ്യത്തിൽ പോയി വസിക്കുക. ദണ്ഡകാരണ്യത്തിൽ ഏറ്റവും നല്ല ഭൂപ്രദേശങ്ങളിലൊന്നാണ് ദണ്ഡകാരണ്യം. അവിടെ പോയി വസിക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ട വരനെ നീ കണ്ടെത്തുക. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആരായാലും അവരെ കണ്ടുപിടിച്ച് പറഞ്ഞാൽ താൻ ആ വിവാഹം നടത്തി കൊടുക്കാമെന്ന് രാവണൻ പറഞ്ഞപ്പോൾ അതിൽ സന്തോഷവതിയായ ശൂർപ്പണഖ ലങ്കയിൽ നിന്നും ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. അവിടെ വെച്ച് ശ്രീരാമനെ കണ്ടതും ലക്ഷ്മണനാൽ മൂക്കും മാറുമൊക്കെ ഛേദിക്കപ്പെട്ട നിലയിൽ എത്തുകയും വീണ്ടും രാവണ സദസ്സിൽ പോയി രാവണനോട് പൊട്ടിക്കരയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ യുദ്ധമൊക്കെ ഉണ്ടായത്. ഈ കാര്യം പറഞ്ഞ് അഗസ്ത്യമുനി ഭരതൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ ഭാഗം പറയുമ്പോൾ ഇങ്ങനെ ഇക്കാര്യം പറയുമ്പോൾ ലക്ഷ്മണൻ അടുത്തത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയാണ് ദണ്ഡകാരണ്യത്തിൽ ശൂർപ്പണഖ വന്നതെന്നുള്ള പശ്ചാത്തലം അപ്പോഴാണ് ലക്ഷ്മണനും ശ്രീരാമനൊക്കെ കേൾക്കുന്നത്. ശ്രീരാമദേവനെ അറിയാം, എങ്കിൽ തന്നെയും കേൾക്കുന്നത് അഗസ്ത്യമുനി പറഞ്ഞത്. ഇതിങ്ങനെ രാവണൻ പറഞ്ഞു, ശൂർപ്പണഖ
വിഷമമുണ്ടായെങ്കിലും സന്തോഷത്തോടുകൂടി തൻ്റെ ജ്യേഷ്ഠൻ പുതിയൊരു വിവാഹം നടത്തുവാൻ നമ്മെ അനുവദിച്ചിരിക്കുന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ ദണ്ഡകാരണ്യത്തിൽ പോകാൻ ലങ്കയിൽ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു.